സിദ്ദു, റാഷി ഖന്ന, ശ്രീനിധി ഷെട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രമായ എത്തിയ മൂവിയാണ് തെലുസ് കഥ. ഈ ഒരു മൂവി ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് മാത്രം ഈ ഒരു വീഡിയോ വിസിറ്റ് ചെയ്യുക. സ്പോയിലേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. സിദ്ദുവിൻ്റെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടർ ബ്രേക്കപ്പിലാണ്. സോ ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നായകൻ കുറേ വെറൈറ്റി ഡിസിഷൻസ് എടുക്കുന്നു. ഫസ്റ്റ്, ഈ ഒരു ഈസ്ട്രജനേക്കാളും പവർ ടെസ്റ്റോസ്റ്ററോൺ ആണ് പറയുന്നുണ്ട്. പവർ സെൻറ്റർ തനിക്ക് വേണം. അതായത് ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള പവർ റിലേഷൻഷിപ്പിൽ പെൺകുട്ടികൾക്കാണ്. പക്ഷേ ആ ഒരു പെൺകുട്ടികളെക്കാളും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് പവർ തനിക്ക് വേണമെന്നുള്ളതാണ് ആ ഒരു നായകൻ കൂട്ടാൻ്റെ ആദ്യമേ മേടിച്ചെടുക്കുന്ന സത്യം ഈ ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും. സോ അതിനോട് തന്നെ സങ്കടം, വീക്ക്നെസ്, അങ്ങനെയുള്ള ആണുങ്ങളുടെ സങ്കടവും വീക്ക്നെസ്സും ഒക്കെ പെൺകുട്ടികളോട് പറഞ്ഞാൽ പെൺകുട്ടികൾ അപ്പം തന്നെ സ്ഥലം വിടും. അതും പാടില്ല എന്നുള്ള വിശ്വാസമുണ്ട് നായകന്. സോ അങ്ങനെയുള്ള ഒരു നായകനെയാണ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നായകൻ പിന്നെ ടഫ് ആൻഡ് റഫ് ആവുന്നു. പക്ഷേ മൊത്തത്തിൽ അങ്ങ് റഫ് ആവുന്നില്ല. കാരണം ഈ ഒരു ലവ് മാരേജിൽ ഭാഗ്യമില്ലെന്ന് പറഞ്ഞ് നായകൻ നേരെ അറേഞ്ച്ഡ് മാരേജിൽ പോയി തലവെക്കുന്നു. അവിടെ റാഷി ഖന്നയുടെ ക്യാരക്ടർ വരുന്നു. അങ്ങനെ റാഷി ഖന്നയുടെ ക്യാരക്ടറിന് ഒരു കാറും ഓഫർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഫാമിലിയും കിഡ്സും വേണമെന്നുള്ള ആവശ്യവും നായകൻ പറയുന്നു. കാരണം നായകൻ ഒരു അനാഥനാണ്. അതാണ് നായകൻ്റെ ആഗ്രഹം. പക്ഷേ നായകൻ്റെ ആഗ്രഹം നടക്കുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. കാരണം നായിക പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല നായികയ്ക്ക്, ഈ ഒരു റാഷി ഖന്നയുടെ ക്യാരക്ടറിന്. അപ്പോഴാണ് തൻ്റെ എക്സ് ലവറായിട്ടുള്ള ശ്രീനിധി ഷെട്ടി പിക്ചറിലോട്ട് വരുന്നത്. കാരണം ഈ ഒരു റാഷി ഖന്ന ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു വഴി ട്രൈ ചെയ്യുന്നു. ആ ഒരു മദർ ആവുന്നത് ഈ ഒരു ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടറാണ്. അത് നായകൻ അറിയുന്നു. നായകൻ ബ്രില്യൻ്റ് ആയതുകൊണ്ട് എക്സ് ലവറിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഈ ഒരു ഭാര്യയോട് ഈ ഒരു ബേബി കൺഫേം ആയി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഒരു നായകൻ പോയി പറയുന്നത്. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നായിക ഡൈവേഴ്സിന് ഫയൽ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നായകൻ ഗിഫ്റ്റ് കൊടുത്ത് കാറിൽ തന്നെ വന്നിറങ്ങി അങ്ങ് ആ ഒരു ഡൈവേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ നായകന് കൊടുത്ത് വേറെ ഓട്ടോയിൽ ഊബറിലോ പോകാനൊന്നും നായിക താല്പര്യമില്ല. ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത കാറിൽ തന്നെ കയറി പോകുന്നു. അങ്ങനെയുള്ളൊരു ഭാര്യയാണ് റാഷി ഖന്ന. അങ്ങനെ റാഷി ഖന്നയുടെ ക്യാരക്ടർ അങ്ങനെ പോയി കഴിഞ്ഞ് ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ ഈ ഒരു സിദ്ധുവായിട്ടുള്ള ലവ് സ്റ്റോറി നേരത്തെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. അതായത് ഈ ശ്രീനിധി ഷെട്ടിയുടെ എന്ന് വെച്ചാൽ ഫാമിലി, കിഡ്സ്, മാരേജ് അതിലൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഫോർ ഫൺ ആ ഒരു ലൈനാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ ക്യാരക്ടർ നേരെ തിരിച്ചാണ്. സിദ്ധു തന്നെ ഫ്യൂച്ചറിലുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നെ കളഞ്ഞിട്ടാണ് നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറകെ. അതിനോട് തന്നെ നായകന് കുറേ ഇൻസ്റ്റൻസസും കിട്ടുന്നുണ്ട് ഈ ഒരു ലവർ തന്നെ തേക്കുവാണെന്ന് അറിയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഫ്രണ്ടാണെന്ന് മാത്രമേ പറയൂ എന്ന് നായിക നേരത്തെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്യാരക്ടർ, അതായത് ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ വേറെ ഏതോ ചെറുക്കൻ്റെ കൂടെ പോയി ഈ ഒരു നായകനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഒഴിവാക്കാൻ പോവാണെന്ന് പറഞ്ഞാണ് ആ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകുന്നത്. പക്ഷേ എന്നാലും അവിടെ നടക്കുന്നത് വേറെ സംഭവങ്ങളാണ്. അങ്ങനെ ഈ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു നായകൻ ടഫാനുള്ള മെയിൻ റീസൺ ക്ലൈമാക്സിൻ്റെ അടുത്താണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ പ്രഗ്നൻ്റ് ആവും. പക്ഷേ അത് നായകൻ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ശ്രീനിധി ഷെട്ടി അത് അബോർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നായകൻ ബ്രേക്ക് ഡൗൺ ആവുന്നു. ഒരു ഇമോഷണലി ഒത്തിരി ഹേർട്ട് ആവുന്നു. അങ്ങനെയാണ് നായകൻ ഇങ്ങനത്തെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇത് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഇവർ ഒന്നിക്കും. ഈ ഒരു റാഷി ഖന്നയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ ഈ ഒരു സിദ്ധുവിൻ്റെ ക്യാരക്ടർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റാഷി ഖന്നയ്ക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നായകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് തനിക്കാണ് പ്രശ്നമെന്ന് വേണമെങ്കിൽ പോയി പറഞ്ഞോളൂ. അതായത് നായകനാണ് പ്രശ്നമെന്ന് വേണമെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞോളൂ. അത്ര ബുദ്ധിമുട്ടാണ്. കാരണം താൻ കഴിയുന്ന കണ്ടപ്പോഴത്തേക്കും നായകൻ പറയുന്നതാണ്. അത് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത് അക്ഷരം പ്രതി അനുസരിക്കുന്നു. അതൊരു പോയിന്റിൽ വീട്ടിൽ ചെന്ന് പറയുന്നു. എല്ലാവരും നായകൻ്റെ പുറകെ എന്താണ് പ്രശ്നം, ഇത് കഴിക്കുക അത് കഴിക്കുന്നു പറഞ്ഞ് ശല്യം ചെയ്യുന്നു. പക്ഷേ ആ ഒരു പോയിന്റ് ഏറ്റവും ഗുണം വരുന്നത് ക്ലൈമാക്സിലൊരു അമ്മൂമ്മയുണ്ട്. ഈ റാഷി ഖന്നയുടെ ഒരു അമ്മൂമ്മയുണ്ട്. റാഷി ഖന്നയുടെ അമ്മൂമ്മയാണ് അത് കഴിക്കുക ഇത് കഴിക്കുന്നു പറഞ്ഞ് ഈ ഒരു നായകനെ ശല്യം ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടർ വന്നിട്ട് പറയുന്നു, നിനക്കുള്ളൊരു പ്രശ്നം അത് അവൻ്റെ പ്രശ്നമാണെന്ന് പറയാൻ വരെ അവൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ചെറുക്കനെ നിനക്ക് എവിടെ കിട്ടും? പണ്ട് തൊട്ടേ തെലുങ്കിലും തമിഴിലൊക്കെ ഉള്ള ഡയലോഗാണ് അവസാനം. ഇങ്ങനെയുള്ള ഒരു ചെറുക്കനെ എവിടെ നിനക്ക് കിട്ടും എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള പവർ ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പൊതുവേ കാണില്ല. മെയിൻലി നായിക കഥാപാത്രങ്ങൾക്ക്. അത് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഏതെങ്കിലും അമ്മൂമ്മയോ അപ്പൂപ്പനോ അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. അത് തമിഴ് തെലുങ്ക് സിനിമകളുടെ നിയമം തന്നെയാണ്. തെലുസ് കഥ ഒരിക്കലും ഒരു മോശം പടമല്ല, പക്ഷെ എന്നാൽ അത്ര നല്ല സിനിമയല്ല. അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് തെലുസ് കഥ. താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിൻ്റെ എൻഡിങ് ഇവർ രണ്ടുപേരും റീയൂണൈറ്റ് ചെയ്യുന്ന തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ശ്രീനിധി ഷെട്ടി കുട്ടിയെ പ്രസവിക്കുന്നതോടെ ആ ഒരു സിനിമ തീരുന്നു. അതാണ് സിനിമയുടെ എൻഡ്.